ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ വംശഹത്യയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ടർമാരെന്ന് സർവേ റിപ്പോർട്ടുകൾ. ഗാസയിലെ കൂട്ടക്കുരുതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കണക്കുകൂട്ടലുകൾക്ക് വിരുദ്ധമായാണ് അദ്ദേഹത്തിന്റെ വോട്ടർമാർ ചിന്തിക്കുന്നത് എന്ന് സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇസ്രയേൽ വംശഹത്യ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസ് US ആവർത്തിച്ച് തള്ളിക്കളഞ്ഞിരുന്നു. ഇസ്രയേൽ നേതാക്കളെ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നീക്കത്തെ ഭീഷണി കൊണ്ടാണ് അമേരിക്ക നേരിട്ടത്. അത്തരം നടപടികൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് US ICCക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇത്തരത്തിൽ ഇസ്രയേലിനുള്ള പരസ്യ പിന്തുണ US തുടരുന്നതിന് ഇടെയാണ് ബൈഡന്റെ ഭൂരിഭാഗം വോട്ടർമാരും ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ 56% വോട്ടർമാരും പറയുന്നത് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യ ആണെന്നത് തന്നെയാണ്. അതേസമയം 22% പേർ വംശഹത്യ അല്ല എന്നാണ് വിശ്വസിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വോട്ടർമാരും പറയുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യ ആണ് എന്നത് തന്നെയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 58% വോട്ടർമാർ വംശഹത്യയാണെന്ന് വിശ്വസിക്കുമ്പോൾ 23% ആളുകൾ അതിനോട് വിയോജിക്കുകയാണ്. അതിനിടെ അമേരിക്കയിലെ മുഴുവൻ വോട്ടർമാരിൽ 39% ആളുകൾ വംശഹത്യയാണെന്ന് പറയുമ്പോൾ 38% ആളുകൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. 23% ആളുകൾ അറിയില്ല എന്നാണ് പ്രതികരിച്ചത്. അമേരിക്കയിലെ ഒരു അഭിഭാഷക സംഘവും പോളിംഗ് സ്ഥാപനവും ചേർന്നാണ് സർവേ നടത്തിയത്. ഏപ്രിൽ 26 മുതൽ 29 വരെയാണ് സർവേ നടക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പ്രസിദ്ധീകരിച്ചത്. അതിനിടെ റഫയെ ആക്രമിക്കാനുള്ള നീക്കത്തെ എതിർത്തുകൊണ്ട് ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി അമേരിക്ക കഴിഞ്ഞ ദിവസം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഭൂരിഭാഗം പലസ്തീനികളും റഫ അതിർത്തിയിൽ അഭയം തേടിയിരിക്കുന്ന സാഹചര്യത്തിൽ ആക്രമണം വലിയ തിരിച്ചടിയാകുമെന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഇസ്രയേൽ സേന ഇതുവരെ റഫയെ ആക്രമിച്ചിട്ടില്ല. എങ്ങാനും അത് സംഭവിക്കുകയാണെങ്കിൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തുമെന്ന് ബൈഡൻ പറഞ്ഞു. എന്നാൽ അയോൺ ഡോം പോലുള്ള പ്രതിരോധ ആയുധങ്ങൾ ഇസ്രയേലിന് നൽകുന്നത് തുടരുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തിരുന്നു. റഫയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേൽ കരയാക്രമണം തുടങ്ങിയെന്ന് പറയാൻ സാധിക്കില്ല. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേൽ സൈന്യം കടന്നിട്ടുമില്ല. എന്നാൽ നെതന്യാഹുവിനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിനെ അമേരിക്ക പിന്തുണയ്ക്കില്ല എന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. റഫയെ ആക്രമിക്കാനുള്ള നീക്കത്തെ എതിർത്തുകൊണ്ട് ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി അമേരിക്ക നിർത്തിവെച്ചതും ഇതിന്റെ മുന്നോടിയായിട്ടായിരുന്നു. ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്നും രക്ഷ തേടി ഭൂരിഭാഗം പലസ്തീനികളും റഫ അതിർത്തിയിൽ അഭയം തേടിയ സാഹചര്യത്തിലാണ് ബൈഡന്റെ പുതിയ നീക്കം. റഫയെ ആക്രമിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കുമെന്നും ബൈഡൻ പറഞ്ഞു. ഇസ്രയേലിലേക്കുള്ള ആയുധ കൈമാറ്റങ്ങളെക്കുറിച്ച് US സമഗ്രമായ അവലോകനം ആരംഭിച്ചതായി വൈറ്റ് ഹൌസ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു. യോഗത്തിന് പിന്നാലെ ആയുധ കയറ്റുമതിയും നിർത്തിവെച്ചിരുന്നു. അതിനിടെ കൈറോയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചെങ്കിലും ഇസ്രയേൽ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. വെടിനിർത്തൽ കരാറിൽ ഇസ്രയേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തതാണ് കരാർ തള്ളിക്കളയാൻ കാരണമെന്ന് ഇസ്രയേലും വിശദീകരിച്ചു. പിന്നീട് റഫ പിടിച്ചെടുത്ത ഇസ്രയേൽ സൈന്യം ഗാസയിൽ വീണ്ടും കരയാക്രമണം തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഹമാസിന് എതിരായ യുദ്ധത്തിൽ തന്റെ രാജ്യം ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. US പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നെതന്യാഹു നിലപാട് അറിയിച്ച് രംഗത്തെത്തിയത്. റാഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡനും അറിയിച്ചിരുന്നു. CNN നൽകിയ അഭിമുഖത്തിലാണ് ഇസ്രയേൽ നീക്കത്തിനെതിരെ വിമർശനവുമായി US പ്രസിഡന്റ് രംഗത്തെത്തിയത്. കാര്യം താൻ കൃത്യമായി തന്നെ പറയുന്നു എന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.